നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഞാൻ അമൃത പടിക്കാൽ. നോക്കാം വാർത്തകൾ വിശദമായി. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ ഉണർത്തി ഗൾഫ് രാജ്യങ്ങൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. രാവിലെ പള്ളികളിൽ ഈദ് നമസ്കാരം നടന്നു. കൂട്ടുകാരും കുടുംബവുമായി ചേർന്ന് പ്രവാസി മലയാളികൾ ഈദ് ആഘോഷിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിരാവിലെ തന്നെ കൂട്ടത്തോടെ പള്ളികളിലെത്തി ഈദ് നമസ്കാരം നിർവഹിച്ച് വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകി. പ്രവാചകൻ ഇബ്രാഹിമിന് സൃഷ്ടാവിനോടുള്ള അടിയുറച്ച വിശ്വാസത്തിന്റെ സ്മരണകൾ ഹൃദയത്തിലുണർത്തി. ഖത്തർ, ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈദ്ഗാഹുകൾ നടന്നപ്പോൾ UAE-യിലും കുവൈത്തിലും പ്രാർത്ഥന പള്ളികളിലായിരുന്നു. മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ഖുതുബ നടന്നു. ഇമാമുമാർ പെരുന്നാൾ സന്ദേശം കൈമാറി. വളരെ ഏറ്റവും നല്ല ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നല്ല സമാധാനത്തോടെ ഏറെ സന്തോഷത്തോടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ബലിപെരുന്നാൾ കൂടി ഇവിടെ വന്നെത്തി എന്നുള്ളത്, അതിൽ ആരോഗ്യത്തോടു കൂടി അതിനാഘോഷിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ അള്ളാഹുവിന് നന്ദിയുള്ളവരാവുക, അതാണ് വിശ്വാസികൾ ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കാനുള്ളത്. സംഘർഷ സാഹചര്യം ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. കുടുംബക്കാരെയും കൂട്ടുകാരെയും സന്ദർശിച്ച പെരുന്നാൾ സന്തോഷം പങ്കിടുകയാണവർ. പെരുന്നാൾ വളരെ നന്നായിരുന്നു. സാധാരണയുള്ള പെരുന്നാളിനെ കാണും കുറച്ചും കൂടി സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു പെരുന്നാൾ തന്നെയാണ്. ഇപ്രാവശ്യം ഈദ്ഗാഹ് ഒഴിവാക്കിയിരുന്നു. പക്ഷെ എന്നാലും പുറത്ത് തന്നെ ഈദ്ഗാഹിനുള്ള ഇത് കിട്ടി. ഉദ്ഹിയ്യത്ത് കർമ്മങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നീണ്ട പെരുന്നാൾ അവധിയിൽ ടൂറ് പോകാനുള്ള ഒരുക്കത്തിലാണ് അധികം പേരും. മുഹമ്മദ് റഹീസ്, 24, ദുബായ്. ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും സ്മരണകൾ പുതുക്കി ഒമാനിലെ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. ഒമാനിൽ പെരുന്നാൾ നമസ്കാരത്തിനും ഈദ്ഗാഹിനുമായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് സുഹാറിലെ സുൽത്താൻ ഖാബൂസ് മസ്ജിദിലാണ് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. രാജകുടുംബാംഗങ്ങൾ, അൽ ഖുസൈദ് കുടുംബാംഗങ്ങൾ, മന്ത്രിമാർ, ഉന്നത സൈനിക സുരക്ഷാ മേധാവികൾ, സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥർ, പൗരന്മാർ എന്നിവർക്കൊപ്പമാണ് സുൽത്താൻ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത്. ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖിന് ആദരവർപ്പിച്ച പീരങ്കികൾ 21 തവണ ആചാരവെടി ഉതിർത്തു. സ്വദേശികൾക്കും പ്രവാസികൾക്കും ലോകമെമ്പാടുമുള്ള ഇസ്ലാം മതവിശ്വാസികൾക്കും ഒമാൻ സുൽത്താൻ ആശംസകൾ നേർന്നു. ഒമാൻ രാജ്യത്തിനും ജനങ്ങൾക്കും നന്മയും പുരോഗതിയും സുരക്ഷിതത്വവും എന്നും നിലനിൽക്കട്ടെ എന്നും സുൽത്താൻ ആശംസിച്ചു. ബിനു എസ് കൊട്ടാരക്കര, 24, ഒമാൻ. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് ഒമാനിൽ വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട തടവുകാർക്ക് പൊതുമാപ്പ് നൽകിയ സുൽത്താൻ ഹൈതം ബിൻ താരിഖ്. ഒമാൻ പൗരന്മാരും വിദേശികളും ഉൾപ്പെടെ 382 തടവുകാരെയാണ് സുൽത്താന്റെ പ്രത്യേക ഉത്തരവ് പ്രകാരം മോചിപ്പിക്കുന്നത്. ബലിപെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി തടവുകാരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സാഹചര്യങ്ങൾ പരിഗണിച്ചാണ് പ്രത്യേക മാപ്പ് അനുവദിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. അബ്ദുൾ റഹീമിന്റെ വരവിനായി കാത്തിരിക്കുകയാണ് കോഴിക്കോട് ഫറൂഖിലെ ഒരു കുടുംബം. ഓരോ പെരുന്നാളിനും മകനെ കാത്തിരുന്ന ഉമ്മ ഇത്തവണ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ്. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കി റഹീം ജന്മനാട്ടിൽ തിരികെ എത്തുമ്പോൾ 24 ഏറ്റെടുത്ത ഒരു ദൗത്യം കൂടി വിജയം കാണുകയാണ്. വർഷമായി ഉണ്ണാതെ ഉറങ്ങാതെയുള്ള ഈ കാത്തിരിപ്പ്, മകൻ എന്ന് വരുമെന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിൽ. അതിനായുള്ള പ്രാർത്ഥന. റഹീമിന്റെ മോചനത്തിൽ ഉമ്മ ഉള്ളു നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ ആ ദൗത്യത്തിനൊപ്പം നിൽക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് 24. റഹീമിന്റെ മോചനത്തിനായി തുടക്കം മുതൽ 24 ഉണ്ടായിരുന്നു.
മോചനത്തിനായുള്ള ദിയാദനം 34 കോടി രൂപ സ്വരൂപിക്കാനുള്ള ക്യാമ്പയിൻ 24ഉം ഏറ്റെടുത്തു. നിറ കണ്ണുകളോടെ ഗുഡ് മോർണിംഗ് വിത്ത് ആർ ശ്രീകണ്ഠൻ നായർ ഷോയിലും റഹീമിന്റെ ഉമ്മ എത്തിയിരുന്നു. ഉമ്മയ്ക്ക് കരുത്തേകാൻ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നേരിട്ട് ഫറൂഖിലെ വീട്ടിലെത്തി. ദിയാദനം സമാഹരിച്ചവർക്ക് 24ലൂടെയാണ് സൗദി ജയിലിൽ നിന്ന് അബ്ദുൾ റഹീം നന്ദി പറഞ്ഞത്. അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദിൽ തന്നെ. എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിൽ കൊണ്ടുവരും. ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് ആൾക്കാർ അറിയുന്നവരെല്ലാവർക്കും ബാങ്കിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്. ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടേയിരുന്നതും നിങ്ങളെല്ലാവരും 34 കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ. എല്ലാവർക്കും വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ ബാങ്കിൽ പ്രത്യേകിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. പെട്ടെന്ന് കഴിച്ചില്ലാൻ വേണ്ടി ഉമ്മയും കുടുംബവും റിയാദിലെ ജയിലിൽ റഹീമിനെ കാണാനെത്തിയപ്പോഴും ഒപ്പം 24 സംഘമുണ്ടായിരുന്നു. 24 സൗദി പ്രതിനിധി ജലീൽ കണ്ണമംഗലം മകനെ കാണാനുള്ള ഉമ്മയുടെ ജയിലിലേക്കുള്ള യാത്രയിൽ അനുഗമിച്ചിരുന്നു. നമ്മൾ കുടുംബം നാളെ പെരുന്നാൾ അവൻ കൂടെ കഴിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന ഉൾപ്പെടുത്തുക. അതാണ് നമുക്ക് വീണ്ടും പറയാനുള്ളത്. തുടക്കം മുതൽ റഹീമിന്റെ മോചനത്തിനായി കുടുംബത്തിനോടൊപ്പം നിന്ന് 24ഉം കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്കൊപ്പം റഹീമിന്റെ വരവിനായി. 24 കോഴിക്കോട്. സൗദിയിൽ ജയിൽ മോചിതനായ അബ്ദുൾ റഹീം നാളെ കേരളത്തിലേക്ക് എത്തുന്നതായിരിക്കും. ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാകാനുണ്ട്. ഏതായാലും ആ കുടുംബം എന്നല്ല, ഒരു കുടുംബവും നാട്ടുകാരും മുഴുവനായി ഈ അബ്ദുൾ റഹീമിൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹത്തിനെ പുറത്ത് കൊണ്ടുവരാനുള്ള, ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള, നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളിലായിരുന്നു ഒരു ജനത മുഴുവൻ തന്നെ. നാളെ ഇങ്ങനെയൊരു പുണ്യ ദിവസം തന്നെ അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്നതിൻ്റെ വലിയ സന്തോഷത്തിലാണ് നാട്ടുകാരൊക്കെ തന്നെ ഉള്ളത്. ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ജലീൽ, നാളെ തന്നെ റഹീം നാട്ടിലേക്ക് എത്തുമോ? ആ ഒരു വരവിനായി കാത്തിരിക്കുകയാണ് ആ ഉമ്മയും ആ കുടുംബവും ആ നാട്ടുകാരും എല്ലാം തന്നെ. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായല്ലോ അല്ലേ? അമൃത, ഉമ്മയോടൊപ്പം പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുൾ റഹീം നാളെ നാട്ടിൽ എത്തും എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നടപടിക്രമങ്ങളെല്ലാം ഏതാണ്ട് പൂർത്തിയായി എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 20 വർഷമായി റിയാദിലെ ജയിലിലായിരുന്നു കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീം ഇപ്പോൾ നാട്ടിലേക്ക് പുറപ്പെട്ടു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. റിയാദ് വിമാനത്താവളത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. ഉടൻ നാളെ തന്നെ അബ്ദുൾ റഹീം നാട്ടിൽ എത്തും. ഇന്ന് അർദ്ധരാത്രിയോടെ ഒരു പക്ഷേ ഇവിടുന്ന് കയറാൻ സാധ്യതയുണ്ട്. നാളെ അബ്ദുൾ റഹീം നാട്ടിൽ എത്തും എന്നൊരു വിവരമാണ് റിയാദിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. 20 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചത് മെയ് 19-നാണ്. മോചന ഉത്തരവ് ലഭിച്ചത് അതോടൊപ്പം മോചന ഉത്തരവിൽ ഒപ്പുവെച്ചതും ഫൈനൽ എക്സിറ്റ് ലഭിച്ചതും ഒക്കെ കഴിഞ്ഞ ദിവസമാണ്. പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുൾ റഹീം നാട്ടിലെത്തുകയാണ്. ഉമ്മാന്റെ അടുത്ത് ഇത്തവണ പെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുൾ റഹീം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. അമൃത, ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി മിനായിലെ ജംറയിൽ കല്ലേറ് കർമ്മം തുടരുകയാണ്. ഹജ്ജ് തീർത്ഥാടകർക്ക് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണിത്. മിനായിൽ നിന്ന് ജലീൽ കണ്ണമംഗലം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഹജ്ജിന്റെ 3-ാം ദിവസമായ ഇന്ന് രാവിലെ മീനായിലെ ജംറകളിൽ കല്ലേറ് കർമ്മം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുസ്ദലിഫയിൽ നിന്ന് ശേഖരിച്ച കല്ലുകളാണ് മീനായിലെ ജംറത്തുൽ അഖബ എന്ന പ്രധാനപ്പെട്ട ജംറയിൽ തീർത്ഥാടകർ എറിയുന്നത്. കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയ തീർത്ഥാടകർ മുടിയെടുത്ത് ബലി നൽകി വിശുദ്ധ ഹറം പള്ളിയിൽ പോയി തവാഫ് ചെയ്ത് ഇങ്ങനെ തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസമായ ഇന്ന് ഈ കർമ്മങ്ങളൊക്കെ പൂർത്തിയാക്കിയ തീർത്ഥാടകർ മീനായിലെ തമ്പുകളിൽ തന്നെ തിരിച്ചെത്തുകയാണ്. സാധാരണ വസ്ത്രം, ഇഹ്റാമിന്റെ പ്രത്യേക വസ്ത്രമൊക്കെ മാറ്റി തീർത്ഥാടകർ പലരും സാധാരണ വസ്ത്രം ധരിക്കും. ഇന്ന് അങ്ങനെ പല തീർത്ഥാടകരും ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്. എങ്ങനെ കല്ലേറ് കർമ്മം കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? അൽഹംദുലില്ലാഹ്, റാഹത്തായിട്ട്, വളരെ റാഹത്തായിട്ട് ഭംഗിയായിട്ടും കഴിഞ്ഞു. ഏറെക്കുറെ ഈ ഹജ്ജിന്റെ ആദ്യ ഘട്ടങ്ങൾ ഈ കല്ലെറിഞ്ഞ് മുടിയെടുക്കലോട് പൂർത്തിയായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ? ജംറയിൽ വളരെ അനായാസം കല്ലേറ് കർമ്മം നിർവഹിക്കാനൊക്കെ കഴിഞ്ഞോ? വളരെയേറെ മുൻകാലങ്ങളേക്കാൾ വളരെയേറെ സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹന സൗകര്യങ്ങളും മറ്റ് കല്ലേറ് ഭാഗത്ത് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സംവിധാനങ്ങൾ വൺവേ സംവിധാനമായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഏതൊരാൾക്കും പൂർത്തിയാക്കാൻ കഴിയുന്ന രീതിയിൽ ഗവൺമെന്റ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട്.
ഏതായാലും ഇന്നു മുതൽ 4 ദിവസമാണ് തീർത്ഥാടകർ ഈ ജംറയിലെ കല്ലേറുകർമ്മം നിർവഹിക്കുന്നത്. ഇന്നൊരു ജംറയിലാണ് കല്ലെറിയുന്നത് എങ്കിൽ നാളെ മുതൽ 3 ജംറയിലും തീർത്ഥാടകർ കല്ലേറുകർമ്മം നിർവഹിക്കും. ശനിയാഴ്ചയോടെ കർമ്മങ്ങളെ പൂർത്തിയാക്കി തീർത്ഥാടകർ മീനായിൽ നിന്ന് മടങ്ങും. മീനായിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. ഇന്ത്യൻ ഹജ്ജ് തീർത്ഥാടകർക്കായുള്ള ബലികർമ്മങ്ങൾ വിജയകരമായി പൂർത്തിയായതായി മക്കയിലെ ഇന്ത്യൻ ഹജ്ജ് ഓഫീസ് അറിയിച്ചു. സൗദി അറേബ്യൻ ഭരണകൂടം ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയ അദാഹി പ്രോജക്ട് വഴിയാണ് ബലികർമ്മങ്ങൾ പൂർത്തിയാക്കിയത്. കമ്പനി വെബ്സൈറ്റുകളിൽ ഇതിന്റെ സ്റ്റേറ്റസ് ഇതുവരെ അപ്ഡേറ്റ് ആയിട്ടുണ്ടായില്ല. എന്നാൽ ഓൺലൈൻ സ്റ്റേറ്റസിനെ കുറിച്ച് ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നും ബലികർമ്മങ്ങൾ പൂർത്തിയായ വിവരം ഏജൻസി ഹജ്ജ് മിഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ഹജ്ജ് തീർത്ഥാടകർക്ക് അത്യാധുനിക അടിയന്തര മെഡിക്കൽ സേവനങ്ങളുമായി മലയാളിയുടെ നേതൃത്വത്തിലുള്ള സൗദി RPM മെഡിക്കൽ സംഘം സൗദി റെഡ് ക്രസന്റ് അതോറിറ്റിയുമായി ചേർന്നാണ് ഡോക്ടർ ഷംഷീർ വയലിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി പുണ്യഭൂമിയിൽ കാവലൊരുക്കുന്നത്. സൗദി ആരോഗ്യമന്ത്രി നേരിട്ടെത്തി ആരോഗ്യ പ്രവർത്തകരുടെ സേവനങ്ങളെ അഭിനന്ദിച്ചു. ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഒത്തുചേരുന്ന മിന, അറഫാത്ത്, മുസ്തലിഫ എന്നിവിടങ്ങളിലും മക്കയിലെ ഹറം പള്ളി പരിസരത്തുമാണ് സൗദി RPM കരുതലായി നിലകൊള്ളുന്നത്. ഇത്തവണത്തെ ഹജ്ജ് വേളയിൽ പ്രീ ഹോസ്പിറ്റൽ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ നൽകാനുള്ള പൂർണ്ണ ചുമതല ഈ മലയാളി കമ്പനിക്കാണ്. 6000-ലധികം വരുന്ന പ്രത്യേക മെഡിക്കൽ സംഘവും അത്യാധുനിക സൗകര്യങ്ങളുമുള്ള 300-ലധികം ആംബുലൻസുകളുമാണ് തീർത്ഥാടകർക്കായി പുണ്യഭൂമിയിൽ വിന്യസിച്ചിരിക്കുന്നത്. സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിൽ നേരിട്ടെത്തി ജീവനക്കാരുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുകയും അവരെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്തു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുമായി ബന്ധിപ്പിച്ചാണ് പാരാമെഡിക്കൽ ജീവനക്കാർ പ്രവർത്തിക്കുന്നത്. GPS ട്രാക്കിംഗ്, ഇൻസ്റ്റന്റ് ഡിസ്പാച്ച് സിസ്റ്റം, ടെലിമെഡിസിൻ എന്നിവ വഴി സഹായം ആവശ്യമുള്ളവരിലേക്ക് മിനിറ്റുകൾക്കുള്ളിൽ ജീവനക്കാർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നുണ്ട്. പ്രായമായ തീർത്ഥാടകരെ പരിചരിക്കുന്നതും അത്യാഹിത ഘട്ടങ്ങളിൽ കൃത്യസമയത്ത് ഓടിയെത്തി ജീവൻ രക്ഷാമരുന്നുകൾ നൽകുന്നതുമായ RPM ജീവനക്കാരുടെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശംസയാണ് നേടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന് ആരോഗ്യ സുരക്ഷയൊരുക്കാൻ കഴിഞ്ഞത് വലിയൊരു ബഹുമതിയാണെന്ന് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിൻ പറഞ്ഞു. 24 മക്ക. IPL-ൽ മിന്നും ജയത്തോടെ രാജസ്ഥാൻ റോയൽസ് രണ്ടാം ക്വാളിഫയറിൽ. എലിമിനേറ്റർ പോരിൽ 47 റൺസിന് തോറ്റ സൺറൈസേഴ്സ് ഹൈദരാബാദ് പുറത്തായി. 244 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ് 196-ന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനിൽ, എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ മത്സരത്തെ? ഈ ഫുട്ടേജിന്റെ അവസാന ഭാഗത്ത് പറയുന്ന പോലെ തന്നെ മാൻ ഓഫ് ദ മൊമെന്റ് അത് തന്നെയാണ് വൈഭവ് സൂര്യവംശി എന്ന ആ കുഞ്ഞു താരത്തിന്റെ 15-കാരന്റെ ഒരു അത്യുഗ്രൻ പ്രകടനം. അത് തന്നെയാണ് ഈ മത്സരം രാജസ്ഥാന് അനുകൂലമാക്കി മാറ്റിയത്. വൈഭവിന്റെ ഒരു വെടിക്കെട്ട് ഇന്നിങ്സ് ആണ് ഈ എലിമിനേറ്റർ പോരാട്ടത്തിൽ കണ്ടത്. 29 പന്തിൽ നിന്ന് 12 സിക്സും 5 ഫോറും ഉൾപ്പെടെ 97 റൺസാണ് വൈഭവ് അടിച്ചുകൂട്ടിയത്. ഒരുപക്ഷെ IPL ചരിത്രത്തിലെ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് തലനാരിഴയ്ക്ക് അല്ലെങ്കിൽ കയ്യെത്തും ദൂരെ നഷ്ടമായതിൻ്റെ ഒരു നിരാശയുണ്ടായിരുന്നെങ്കിൽ പോലും ടീമിന് ആവശ്യമായ സ്കോറിലേക്ക് കൊണ്ടുപോകാൻ ഈ വൈഭവിൻ്റെ ഈ വെടിക്കെട്ട് ഇന്നിങ്സിനായി 8 വിക്കറ്റ് നഷ്ടത്തിലാകെ 243 റൺസാണ് രാജസ്ഥാൻ സ്കോർ ചെയ്തത്. ധ്രുവ് ജൂറലിൻ്റെ അർദ്ധ സെഞ്ചുറിയും ഇതിന് രാജസ്ഥാനെ സഹായകരമായി. മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഹൈദരാബാദിൻ്റെ പ്രധാനപ്പെട്ട ബാറ്റർമാരെല്ലാം നിരാശപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ നേരിട്ട 2ാം പന്തത്തിൽ തന്നെ 0-ന് പുറത്തായി. പിന്നീട് ഇഷാൻ കിഷൻ നല്ല തുടക്കം കിട്ടിയെങ്കിലും അത് മുതലെടുക്കാനായില്ല. ഒപ്പം തന്നെ ട്രാവിസ് ഹെഡും ഹെൻറിച്ച് ക്ലാസനും കൂടി നിരാശപ്പെടുത്തിയതോടുകൂടി ഹൈദരാബാദിൻ്റെ പതനം പൂർത്തിയാവുകയായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയും സലീലും എല്ലാം തന്നെ ഒരു തരത്തിൽ പൊരുതിയെങ്കിൽ പോലും അവർക്ക് 196 വരെ എത്താനേ സാധിച്ചുള്ളൂ. ഇതോടുകൂടി ഈ തോൽവി നേരിട്ടതോടുകൂടി ഹൈദരാബാദിൻ്റെ കിരീട സ്വപ്നങ്ങളും ഇല്ലെങ്കിൽ IPL സീസണും അവസാനിക്കുകയാണ്. അതേസമയം രാജസ്ഥാൻ ജയത്തോടുകൂടി 2ാം ക്വാളിഫയറിന് യോഗ്യത നേടി. വെള്ളിയാഴ്ച നടക്കുന്ന 2ാം ക്വാളിഫയറിൽ ആദ്യ ക്വാളിഫയറിൽ തോറ്റ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികളായി രാജസ്ഥാന് വരിക. ആ മത്സരം ജയിക്കുകയാണെങ്കിൽ ഫൈനലിൽ ഈ ജയിക്കുന്ന ടീമിന് ബംഗളൂരുവിനെ നേരിടാനാകും. അവിടെയാണ് കിരീട ജേതാക്കൾ ആരെന്ന് നിശ്ചയിക്കപ്പെടുക. അമൃത. ശരി. സൗദിയിൽ ജയിൽ മോചിതനായ അബ്ദുൾ റഹീം നാളെ കേരളത്തിലെത്തും. ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. വിവരങ്ങൾ ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് നൽകും. ജലീൽ, ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എപ്പോൾ നാളെ നാട്ടിലെത്തും റഹീം?
അമൃത, ഏറെ സന്തോഷകരമായ ഒരു വാർത്ത നാം സ്ഥിരീകരിക്കുകയാണ്. കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഇപ്പോൾ റിയാദ് വിമാനത്താവളത്തിലാണ് അബ്ദുറഹീം ഉള്ളത്. ഉമ്മയോടൊപ്പം നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ അബ്ദുറഹീം നാട്ടിലെത്തുകയാണ്. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 20 വർഷത്തെ തടവ് ശിക്ഷ പൂർത്തിയായ ശേഷം അബ്ദുറഹീം ഇപ്പോൾ നാട്ടിലേക്ക് വരികയാണ്. നാട്ടിലേക്ക് പുറപ്പെട്ടു. റിയാദ് വിമാനത്താവളത്തിലാണ് ഇപ്പോൾ അബ്ദുറഹീം ഉള്ളത്. ഇമിഗ്രേഷൻ നടപടികളെല്ലാം അല്പം മുമ്പ് കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാത്തിരിപ്പ് അവസാനിക്കുകയാണ്. എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് അബ്ദുറഹീം വരുന്നത്. IX 322 എയർ ഇന്ത്യ എക്സ്പ്രസിൽ സൗദി സമയം രാത്രി 11:55 വിമാനം പുറപ്പെടും. നാളെ രാവിലെ 7 മണിയോടെ ഈ വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിലെത്തും. അബ്ദുറഹീം ആ വിമാനത്തിൽ ഉണ്ടാകും. ഏറെ കാത്തിരിപ്പിന് വിരാമമാകുകയാണ്. 20 വർഷത്തെ ശിക്ഷാ കാലാവധി അവസാനിച്ചത് കഴിഞ്ഞ മെയ് 19-നാണ്. ഈ മോചന ഉത്തരവിൽ അതിനുശേഷം ഒപ്പുവെച്ചു. അത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഫൈനൽ എക്സിറ്റ് ലഭിച്ചതും കഴിഞ്ഞ ദിവസമാണ്. ഇമിഗ്രേഷൻ നടപടികൾ ഇപ്പോൾ പൂർത്തിയായി. നാട്ടിലേക്കുള്ള യാത്രാരേഖകളൊക്കെ നേരത്തെ തന്നെ, അതായത് എമർജൻസി സർട്ടിഫിക്കറ്റ് നേരത്തെ തന്നെ റിയാദിലുള്ള ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിരുന്നു. ഇപ്പോൾ അബ്ദുറഹീമിന് ഒന്നും ബാക്കിയില്ല. അദ്ദേഹം നേരത്തെ ജയിൽ അധികൃതർ തന്നെ അദ്ദേഹത്തെ റിയാദ് വിമാനത്താവളത്തിൽ എത്തിച്ചിരിക്കുന്നു. 20 വർഷം പൊതു അവകാശ കേസിൽ അബ്ദുറഹീം ജയിലിലായിരുന്നു. വധശിക്ഷയായിരുന്നു സ്വകാര്യ അവകാശ കേസിൽ അബ്ദുറഹീമിന് സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ വിധിച്ചിരുന്നത്. അത് ദിയാധനം വാങ്ങി, കൊല്ലപ്പെട്ട സൗദി ബാലന്റെ കുടുംബം ദിയാധനം വാങ്ങി അബ്ദുറഹീമിന് മാപ്പ് നൽകി. അതോടുകൂടി കോടതി ഈ വധശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. ഇനി ഏതായാലും അല്പസമയത്തിന് ശേഷം റിയാദ് വിമാനത്താവളത്തിൽ നിന്ന് അബ്ദുറഹീം വിമാനം കയറും. കുടുംബവും മലയാളികളും എല്ലാം അബ്ദുറഹീമും എല്ലാം ഏറെ നാളായി കാത്തിരിക്കുന്ന ഒരു സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമ്മെ തേടി എത്തിയിരിക്കുന്നത്. 2006-ലാണ് കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുറഹീം ആദ്യമായി സൗദിയിൽ എത്തുന്നത്. നവംബറിൽ സൗദിയിലെത്തി ഡിസംബർ 24-ന് തന്നെ ഈ കേസിനാസ്പദമായ സംഭവം, കൊലപാതകം നടക്കുകയും ചെയ്തു. കാര്യമായ വലിയ പരിചയമൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഭാഷ അറിയില്ലായിരുന്നു. ഹൗസ് ഡ്രൈവർ ആയിട്ടായിരുന്നു ഈ അബ്ദുറഹീം ഇവിടെ ജോലി ചെയ്യുന്നത്. ഏതായാലും അബ്ദുറഹീം നാളെ നാട്ടിലെത്തുകയാണ്. അമൃത. ജലീൽ കടമംഗലമാണ് വിവരങ്ങൾ നൽകിയത് ജിദ്ദയിൽ നിന്ന്. ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി പാകിസ്ഥാന്റെ ഇതിഹാസ ക്രിക്കറ്റ് താരം വസീം അക്രം തന്റെ ബൌളിംഗ് ശൈലിയിലായിരുന്നു അക്രം ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിച്ചത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.